ഹലോ, ഇപ്പം നമ്മളിവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് വെജ് പുലാവാണ്. ക്യാരറ്റ്, മട്ടർ, ഷിംല മിർച്ച് അങ്ങനെ ഉള്ള വെജിറ്റബിൾസ് ഒക്കെ ഇട്ടിട്ട് വയ്ക്കാൻ പോകുന്ന വെജ് പുലാവാണ്. അപ്പം റെഡി ആയതിനു ശേഷം കാണിക്കാം. ഹലോ, ഇപ്പം നമ്മൾ അടുത്തത് വെജ് പുലാവിൻ്റെ കൂടെ പ്രിപ്പയർ ചെയ്യുന്ന കറിയാണ് പനീർ ബട്ടർ മസാല. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓയിലും ബട്ടറും കൂടെ മിക്സ് ചെയ്താണ് ഒഴിച്ചേക്കുന്നത്. പനീർ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ്. ഇല്ലെങ്കിൽ ആ കറിയിലിടുമ്പോൾ അത് പൊടിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പനീർ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇത് നമ്മൾ പനീർ ഫ്രൈ ചെയ്തിട്ട് ചെറിയ ചൂടുവെള്ളത്തിലിട്ട് വെച്ചേക്കുവാണ് പനീർ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് പൊടിഞ്ഞു പോകത്തുമില്ല, നല്ലപോലെ കിട്ടിയിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള കാഷ്യൂനട്ട്സും ക്രൈസിൻസും ഒക്കെ നമ്മൾ ഫുൾ ഫ്രൈ ചെയ്ത് റെഡിയാക്കി വെച്ചേക്കുകയാണ്. പനീർ ബട്ടർ മസാലയ്ക്കുള്ള വെജിറ്റബിൾസ് റെഡി ആയിട്ടിരിക്കുകയാണ്. ഇത് 2 സവോളയാണ് അരിഞ്ഞേക്കുന്നത്. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് 2 ഇത് ആക്ച്വലി വലുതായിട്ട് തന്നെ ഞാൻ അരിഞ്ഞേക്കുന്നത്. ഇതെല്ലാം അരയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതായതുകൊണ്ട്, പേസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ളതായതുകൊണ്ട് ഇതെല്ലാം വലുതായിട്ട് തന്നെ അരിഞ്ഞേക്കുന്നത്. പിന്നെ എടുത്ത് വെച്ചേക്കുന്ന 2 തക്കാളി, ഗ്രാമ്പൂ, ഏലക്ക, പട്ട, ജീരകം, കാഷ്യൂനട്ട്, ബേ ലീവ്സ്, റെഡ് ചില്ലി, ഇത്രയും സാധനങ്ങളാണ് എടുത്ത് വെച്ചേക്കുന്നത്. 200 ഗ്രാം പനീറാണ് നമ്മളിവിടെ ഇന്ന് പനീർ ബട്ടർ മസാല ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ മല്ലിയില എടുത്ത് വെച്ചിട്ടുണ്ട്, ലാസ്റ്റാണ് മല്ലിയില ഇടുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്. ജീരകം, ബേ ലീവ്സ്, ചുവന്ന മുളക്, പിന്നെ ഗ്രാമ്പൂ, പട്ട, ഏലക്ക ഇതെല്ലാം ഇട്ടിട്ട് നമ്മൾ ഇച്ചിരി ബട്ടറിൽ ഇച്ചിരി എണ്ണയും ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഒരുപാട് വെള്ളം നിൽക്കേണ്ടത്, കാരണം നമുക്ക് അരച്ചെടുക്കുമ്പം ജസ്റ്റ് അതൊന്ന് ചൂടായി വന്നാൽ മതി. അതിനകത്തേക്ക് നമ്മൾ സവാള അരിഞ്ഞ് വെക്കുക. പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും അതിലേക്ക് തന്നെ ചേർക്കുക, കാരണം ഒരുമിച്ച് നമുക്കത് വഴറ്റിയെടുത്താൽ മതി. അരയ്ക്കേണ്ട ആവശ്യമില്ല, അരയ്ക്കാനുള്ളതായത് ഒത്തിരി വരലുണ്ട്, ജസ്റ്റ് ഒന്ന് ആയി കഴിയാൻ മതി. 2 പച്ചമുളകുണ്ട്. നമ്മളിപ്പോൾ കാഷ്യൂം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാഷ്യൂം ഇതിനകത്ത് വഴറ്റുന്നത് നല്ലതാണ്. ഉള്ളിയൊക്കെ ഏകദേശം വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളി ഇട്ട് കൊടുക്കുവാണ്. ഇപ്പം ഇത് വഴണ്ട് വരുമ്പം ഇത് അവിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അടച്ചു വെച്ച് അവിക്കാൻ പോവാണ്, വേവിക്കാൻ പോവാണ്. ഇതിപ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ വഴറ്റിയിട്ട് മിക്സിയിൽ അരയ്ക്കാൻ പോവാണ്. ഇപ്പം നമ്മളുടെ പേസ്റ്റ് ഇവിടെ റെഡി ആയിരിക്കുവാണ്. നല്ല മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. നമ്മൾ ബട്ടറും ഓയിലും കൂടെ മിക്സ് ചെയ്തിട്ട് അത് ചൂടാകാൻ വേണ്ടി യൂസ് ചെയ്യുവാണ്. അത് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ആക്ച്വലി നമ്മൾ വലിയ പണക്കാരായതുകൊണ്ടല്ല ഈ ബട്ടർ ഇങ്ങനെ കോരി വയ്ക്കുന്നത്. നമ്മൾ മേടിച്ചിട്ട് ഇപ്പോൾ കുറച്ച് നാളായി, ഇപ്പോൾ അതിൻ്റെ ഡേറ്റ് കഴിയാറായതുകൊണ്ട് ഇനി ഫുൾ ബട്ടറിലാണ് നമ്മുടെ പരിപാടികൾ ഓടുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ഇടാൻ പോകുന്നത് കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ മഞ്ഞൾപ്പൊടി ലേശം, പിന്നെ കുറച്ച് ഉപ്പ്. കാശ്മീരി ചില്ലി പൗഡർ ഏകദേശം 1 ടീസ്പൂണോളം ഇട്ടിട്ടുണ്ട്, 1 ടേബിൾ സ്പൂണോളം ഇട്ടിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി 1/4 ടേബിൾ സ്പൂണും ഉപ്പും 1/4 ടേബിൾ സ്പൂണും ഇട്ടിട്ട് നമ്മൾ ആ മസാല ആ ബട്ടറിനകത്തൊന്ന് വഴറ്റിയെടുക്കുവാണ്. വേഗം തന്നെ അത് നന്നായിട്ട്. ഇത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ലോ ഫ്ലെയിമിലാണ് ഇത് വെക്കേണ്ടത്, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇനി ഈ പൊടിയൊക്കെ ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മുമ്പേ ഉണ്ടാക്കി വെച്ച തൈരിനകത്ത് കാശ്മീരി മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ ആഡ് ചെയ്ത് വെച്ചാണ്, മല്ലിപ്പൊടിയും ഉപ്പും കൂടെ അത് ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതായിട്ട് ഇളക്കി കൊടുക്കുക. ലോ ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ച പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. അടുത്തതായിട്ട് നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പായ പനീർ ചേർക്കുന്ന ചടങ്ങാണ്. നല്ലതായിട്ട് ഗ്രേവി തിളച്ച് വന്നപ്പോഴാണ് നമ്മൾ പനീർ ആഡ് ചെയ്ത് കൊടുത്തത്. ഇനി ഇത് ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുത്തിട്ട് നമ്മളിത് അടച്ചു വെച്ചൊന്ന് വേവിക്കാൻ പോകണം 5 മിനിറ്റ്. നമ്മുടെ വെജ് പുലാവ് റെഡി ആയിരിക്കുവാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ലാസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുവാണ് ഷിംല മിർച്ച്, റെഡും യെല്ലോയും ഉണ്ടായിരുന്നു, അപ്പോൾ അത് രണ്ടുമാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ലാസ്റ്റ് നമുക്ക് കാഷ്യൂനട്ടും കൂടി ഇട്ട് കൊടുക്കാനുണ്ട്. മല്ലിയിലയും കൂടി ഇടണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ എടുത്ത് നോക്കിയപ്പോൾ ഫുൾ അളിഞ്ഞിരിക്കുവായതുകൊണ്ട് ഇടാൻ പറ്റിയില്ല. നമ്മുടെ വെജ് പുലാവ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. നമ്മുടെ പനീറൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഇച്ചിരി ബട്ടർ ഇട്ട് കൊടുക്കുവാണ്.
അപ്പോൾ നമ്മൾ ടേസ്റ്റിംഗ് സെഷനാണ്. ഷെഫ് ആൻ മേരി വർഗീസ് ഇപ്പോൾ ഷെഫ് ടേസ്റ്റ് ചെയ്തിട്ട് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം പറയുന്നതാണ്. കുറച്ച് പുലാവും അതിലേക്ക് പനീറിൻ്റെ ഗ്രേവിയും ഒരു പീസ് പപ്പടവും കാഷ്യൂനട്ടും വെച്ചിട്ട് ഇച്ചിരി പനീർ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. കുഴച്ച് ഒരുവ എക്സ്പ്രഷന് വേണ്ടി ഞാൻ വെയിറ്റിംഗ് ആയിരുന്നു ഗൈസ്. താങ്ക് യു സോ മച്ച്. സീ യു സൂൺ. ശരിക്കും നല്ലതാണ്. ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് നല്ലതെന്ന് പറയുന്നതുകൊണ്ടാണ് ഞാൻ ചിരിച്ചത്. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. താങ്ക് യു.